അല്ല ശ്രീ വേണു, ഞാൻ യഥാർത്ഥത്തിൽ കൗതുകത്തിലാണ് ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. എത്ര സമർത്ഥമായാണ് കെ സജീഷ് ഒരു പിടി കളവുമായി വന്നിട്ട് ഈ ചർച്ചയെ വഴിതിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ രാജു പി നായർ വൈകാരികമായി പ്രതികരിക്കുന്നു എന്ന്. ഇരിക്കാൻ കഴിയുമോ വേണു? നോക്കൂ, നിങ്ങൾ എത്ര സമർത്ഥമായി ആദ്യത്തെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സമയമെടുത്ത് പച്ചക്കളവുകൾ നിരന്തരമായി പറഞ്ഞ് ഒരു തെളിവുമില്ലാത്ത, എവിടെയെങ്കിലും റെക്കോർഡിക്കലായി രേഖപ്പെടുത്തിയിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ നിരന്തരമായി കളവായി പറഞ്ഞിട്ട് ഈ ചർച്ചയെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് നോക്കൂ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ ഈ പഞ്ചായത്ത് ഈ അനന്തുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു, അതാണല്ലോ ഏറ്റവും വലിയ തർക്കം. ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് ആരാണ് രാഷ്ട്രീയമായി ഉപയോഗിച്ചത്? ഇന്ന് മന്ത്രി യൂട്ടേൺ അടിച്ചത് നിങ്ങളിപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട വേണുവിൻ്റെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞല്ലോ, മന്ത്രി യൂട്ടേൺ അടിച്ചു. എന്തുകൊണ്ടാണ് യൂട്ടേൺ അടിക്കേണ്ടി വന്നത്? അത് അദ്ദേഹം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകം വേണു പറയാൻ മറന്നുപോയി. ഇവിടെ ഈ അപകടം നടക്കുമ്പോൾ തന്നെ മലപ്പുറത്ത് സമരം നടക്കുകയായിരുന്നു, പ്രകടനം ആരംഭിച്ചിരുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ചെറുപ്പക്കാരനെ, 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു 15 വയസ്സുള്ള ചെറുപ്പക്കാരനെ ഈ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി UDF കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ UDF കൊലക്ക് കൊടുത്തു. ആ രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം ഉണ്ടായത്. ഇത് എത്രയും വലിയ ഹീനമായൊരു കാര്യമാണ്. നോക്കി, ഇനിയിപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം പഞ്ചായത്ത് ഏറ്റെടുക്കണം എന്നാണോ ഇവർ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ഇവിടെ രാജു പി നായർ സൂചിപ്പിച്ച കഴിഞ്ഞ മെയ് മാസം 26-ാം തീയതി മരണപ്പെട്ടു പോയ റഷീദ്, ആ റഷീദ് മരണപ്പെട്ടു പോയത് ഈ മുനിസിപ്പാലിറ്റിക്കകത്താണല്ലോ. മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് CPM ആണല്ലോ. അതിൻ്റെ ഉത്തരവാദിത്വം CPM-ന്റെ മുനിസിപ്പൽ ചെയർമാൻ ഏറ്റെടുക്കോ? അങ്ങനെയാണോ CPM-ന്റെ നിലപാട്? അങ്ങനെയാണെങ്കിൽ ആ മരണത്തിന് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് മുനിസിപ്പൽ ചെയർമാൻ അല്ലേ? അല്ലല്ലോ. അന്നും നിങ്ങൾ നടത്തിയ എന്താണ്? ഇവിടുത്തെ അത് പന്നിവേട്ടയായിരുന്നോ, പന്നിമാംസമായിരുന്നോ അതിന്റെ പിന്നിലുള്ള കച്ചവട കണ്ണ്? അങ്ങേക്ക് തുടരാം. ആയിരുന്നു. അതിന്റെ വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഞാൻ ഇന്ന് അദ്ദേഹത്തിന്റെ സഹോദരനുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ചു. ഇതുപോലെ സമാനമായ രൂപത്തിൽ പന്നി മാംസം വിൽപ്പന ആവശ്യത്തിന് വേണ്ടി അനധികൃതമായി KSTBയുടെ ലൈൻ ഉപയോഗിച്ച് അത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ആ കെണിയിൽ മീൻ പിടിക്കാൻ വേണ്ടി പോയ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന മനുഷ്യൻ അതിൽ പെടുകയും അവിടെ മരിച്ചു കിടക്കുകയും മണിക്കൂറുകൾ കഴിഞ്ഞ് കണ്ടെത്തുകയും ചെയ്തതാണ്. വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ വേണമെങ്കിൽ ശ്രീ വേണുവിന് അയച്ചു തരാം. അത് മുനിസിപ്പാലിറ്റിക്കകത്ത് നടക്കുമ്പോൾ പ്രതിസ്ഥാനത്ത് ആരാണ്? മുനിസിപ്പാലിറ്റി ചെയർമാനാണ്. അവിടെയാണ് ഇവർ ചോദിക്കുന്നത്, അപ്പോൾ എന്തേ പുലർച്ചെ 1:30 വരെയുള്ള റോഡ് ഉപരോധം ഉണ്ടായില്ല? അപ്പോൾ എന്തേ ഇത് സിസ്റ്റം നടത്തിയ കൊലപാതകമാണ് എന്ന് പറഞ്ഞുള്ള പ്രതിഷേധം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല? ശ്രീ വേണു, ഞാൻ പറയാം. ഞങ്ങൾ UDF-ന്റെയും LDF-ന്റെയും BJP-യുടെയും എല്ലാ നേതാക്കന്മാരും ഈ നിയോജക മണ്ഡലത്തിനകത്തുണ്ട്. സ്വാഭാവികമായി സ്പോണ്ടേനിയസ് ആയി ഉയർന്നു വരുന്ന ചില സമരങ്ങൾ ഉണ്ടാവും. ജ്യോതികുമാർ ചാമക്കാലയായാലും രാജു പി നായരായാലും ഞാനായാലും ഉൾപ്പെടെ ഞങ്ങൾ ഈ നിയോജക മണ്ഡലത്തിലാണ് ഉള്ളത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി. ആ സമയത്ത് സ്വാഭാവികമായി സമരം നടക്കുമ്പോൾ അതിന് ധാർമ്മികമായി മുമ്പിൽ നിൽക്കുക എന്ന ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇത് ഇത്ര മണിക്ക് റോഡ് ഉപരോധിക്കണം, 9:30 മണിക്ക് റോഡ് ഉപരോധിക്കണം, 1:30 മണിക്ക് അതിന് ഉദ്ഘാടനം നടത്തണം, അങ്ങനെ പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു കാര്യമല്ലല്ലോ. കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വരുന്ന ഒരു വികാരം, ആ വികാരത്തിൽ ഞങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അതിന്റെ കൂടെ നിൽക്കുന്നവർ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അന്ന് മെയ് മാസം 26-ാം തീയതി തിരുവനന്തപുരത്തുള്ള പിന്നെ ജ്യോതികുമാർ ചാമക്കാല എന്തേ വന്നില്ല എന്ന് ചോദിക്കുന്നത് എന്ത് യുക്തിയുള്ള ചോദ്യമാണ്? ഞങ്ങൾ ഈ നിയോജക മണ്ഡലത്തിലുണ്ട്, ഞങ്ങൾ എല്ലാവരും ഇവിടെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായി മെയ് മാസം 26-ാം തീയതി ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ, ഇവിടുത്തെ ലീഗ് നേതാക്കന്മാർ, ഈ നിയോജക മണ്ഡലത്തിലെ നേതാക്കന്മാർ അവർ സമരത്തിന് നേതൃത്വം കൊടുക്കും. ജ്യോതികുമാർ ചാമക്കാല തെരഞ്ഞെടുപ്പായതിന് ഇവിടെയുണ്ട്, രാജു പി നായർ തെരഞ്ഞെടുപ്പായതിന് ഇവിടെയുണ്ട്, ഞങ്ങൾ എല്ലാവരും തെരഞ്ഞെടുപ്പായതിന് ഇവിടെയുണ്ട്. അതുകൊണ്ട് സമരം നടക്കുമ്പോൾ സ്വാഭാവികമായി പ്രതിപക്ഷം എന്ന രീതിയിൽ ഞങ്ങൾ അതിന് മുമ്പിൽ പോയി നിൽക്കും, അതിന് നേതൃത്വം കൊടുക്കും. അത് ഞങ്ങളുടെ ധാർമ്മികമായ ബാധ്യതയല്ലേ. ഇനി വേണു ഒരു കാര്യം പറയട്ടെ, ഇതിൽ ആരാണ് പ്രതി? ഇന്ന് എല്ലാവരും സംസാരിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡ് ശരി, നിങ്ങൾ എല്ലാവരും കൂടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഒരു അസാധാരണ സാഹചര്യം, 15-കാരനാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു വൈകാരിക തലം ഇതെല്ലാം സമ്മതിച്ചു. റഷീദും ഒരു മനുഷ്യജീവൻ തന്നെയാണല്ലോ. അത് ഈ പറയുന്ന അന്ന് ഇതൊക്കെ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നു. ഈ രൂപത്തിൽ വരാതിരുന്നതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് നേതാക്കന്മാരെല്ലാം അവിടെ തമ്പടിച്ചിരുന്നത് കൊണ്ടാണ് എന്നുമൊക്കെ അങ്ങ് പറയുന്നുണ്ട്. പക്ഷേ പന്നിവേട്ടയ്ക്കെതിരെ, ഈ പന്നിക്കെണികൾക്കെതിരെ വലിയ ജനകീയ പ്രതിരോധത്തിലേക്ക് പോകാൻ നിങ്ങൾ ആരെങ്കിലും മുൻകൈ എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും പഞ്ചായത്തുകൾ അതിനോട് കണ്ണടയ്ക്കുന്നു എന്ന വികാരം നിങ്ങൾ പങ്കുവെച്ചിട്ടുണ്ടോ? വേണുവിന് എന്താണ് ഇത്ര പെട്ടെന്ന് മറവി ബാധിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ 2 കാര്യം പറയാം. ഒന്ന്, ഞങ്ങൾ തമ്പടിച്ച മാത്രമല്ല എല്ലാ മീഡിയകളും ഇവിടെയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായി കേരളത്തിൽ നിങ്ങൾ അന്ന് പ്രാധാന്യം കൊടുക്കാത്ത വാർത്തക്ക് ഇന്ന് പ്രാധാന്യം കൊടുത്തത് കൂടി ഇതിന് പ്രധാനമായിട്ടുണ്ട്. പിന്നെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 2 മാസം മുൻപ് ഈ മലയോര മേഖലയിലൂടെ ദിവസങ്ങൾ നീണ്ട ജാഥ നടത്തിയത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ? വന്യജീവികളും ജനങ്ങൾ ആക്രമിക്കുന്നു, എനിമൽ പിന്നെ കോൺഫ്ലിക്റ്റ് ഞാൻ പന്നിവേട്ടയും പന്നിമാംസ വിൽപ്പനയും മാത്രമല്ലെന്ന്, ഇത് ഈ മലയോര മേഖലയിൽ കൃത്യമായി നിരന്തരമായി നടക്കുന്ന പ്രശ്നങ്ങളാണ്.
ഒരു ഇൻസിഡന്റ് അല്ല, ഈ എല്ലാ ഇൻസിഡന്റും വെച്ചാൽ ഞങ്ങൾ നടത്തിയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇവിടെ ഞങ്ങളുടെ ഈ ജാഥ നടക്കുന്ന സമയത്ത് അവിടേക്ക് ഈ പറയുന്ന PV അൻവർ ഉൾപ്പെടെ കടന്നു വരുന്നതും രംഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ സമയത്ത് ചർച്ച ചെയ്ത വിഷയം എന്താണ്? പന്നിവേട്ടയും ഈ പറയുന്ന ആനയും പുലിയും എല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. ചർച്ച ചെയ്യാതിരുന്നിട്ടില്ല. നിങ്ങൾ മാധ്യമങ്ങൾ അത് മറന്നു വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ശല്യമോ, ഒരു സെക്കൻഡ്, കൃഷിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സെക്കൻഡ് ബുദ്ധിമുട്ടോ ഒന്നുമല്ല വിനീഷ് എന്ന് പറയുന്ന ഒരാളുടെ മനസ്സ് അല്ലേ? വിനീഷ് ഇപ്പൊ MV ഗോവിന്ദൻ പറഞ്ഞ വാക്കുകൾ ഞാൻ അദ്ദേഹം പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ഞാനതിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പറയുന്നു എന്നല്ല അങ്ങ് കരുതേണ്ടത്. അല്ലെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ദേശാമനി 1-ാം പേജിലെ വാർത്തയിലുമുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ, ഈ 15കാരൻ അവിടെ പിടഞ്ഞു മരിക്കുമ്പോൾ ഈ വിനീഷ് അവിടെയുണ്ട്. അപ്പോഴും കുടുങ്ങിയത് പന്നിയാണോ എന്ന കച്ചവടക്കണ്ണായിരുന്നു അയാൾക്ക് അപ്പോഴും ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഈ 2 കുട്ടികൾ അയൽപക്കത്തേക്കൊക്കെ ഓടിപ്പോയി അവർ വന്ന് ഈ ഫ്യൂസ് ഊരിയത് കൊണ്ടാണ് അനന്തുവിലേക്ക് മാത്രമായി ആ ദുരന്തം അവസാനിച്ചത്. അല്ലെങ്കിൽ ഇതേ പ്രായമുള്ള 5 പേരുടെ ജീവൻ കൊടുക്കേണ്ടി വരുമായിരുന്നുവെന്ന്. അപ്പോൾ എത്ര വലിയ നഗ്നമായ നിയമലംഘനമാണ് നടക്കുന്നത്, എത്ര വലിയ കച്ചവടക്കണ്ണോടെ മനുഷ്യൻ്റെ ജീവന് മനുഷ്യൻ വില കൊടുക്കാതിരിക്കുന്ന സാഹചര്യം അവിടെയുണ്ട്. വന്യമൃഗം വന്ന് മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നു എന്ന് പറയുന്നതിൽ വിവേകിയല്ല. വന്യമൃഗം എന്നത് ഒരാനുകൂല്യമായി കൊടുത്താൽ വിനീഷിനെ പോലുള്ളവരെ വളരാൻ അനുവദിക്കുന്ന മനസ്സിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? നവാസെ, നിങ്ങളുടെ കൺമുന്നിൽ നടക്കുന്ന കാര്യമല്ലേ അത്?